Welcome to another episode of Anton's Medicode. I am Shani, Placement Coordinator of Anton's. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ മെഡിക്കൽ കോഡിംഗ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, അഥവാ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് റൈറ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പാൻഡമിക് സിറ്റുവേഷൻസ് ആയിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒട്ടനവധി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ വന്നത്. അതിലൊന്നാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. യങ് പ്രൊഫഷണൽസ്, അഥവാ ഒരു 20-22 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ് ആ സമയത്ത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഈ സമയങ്ങളിൽ ഒരു ഷോർട്ട് ടേം ജോബ് അല്ല ഷോർട്ട് ടേം കോഴ്സ് എടുത്തിട്ട് പെട്ടെന്നൊരു ജോലി കിട്ടാൻ സാധിക്കുമോ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് അവർക്കും കൂടെ കുറച്ചും കൂടെ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നമ്മുടെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അഥവാ ഗവൺമെൻറ് പോളിസീസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞ പല കോഴ്സുകളും ചെയ്തിട്ടും പ്ലേസ്മെൻ്റ് ആകാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ ഇരിക്കുന്നവർക്കും ഈ ഒരു ഫീൽഡിൽ, ഈവൻ ദോ അവർ മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഈ ഫീൽഡിൽ തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട്. അവർക്കും കൂടെ ഒരു ഓപ്ഷൻ കൂടെ ആയിരുന്നു നമ്മുടെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. പൊതുവേ സ്റ്റുഡൻസ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സിന് പുറമെ എന്തൊക്കെ അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് അവർ കൊടുക്കുക എന്നും കുട്ടികൾ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിൽ അഡീഷണൽ ട്രെയിനിങ്സ്, അതായത് കോഡിങ് കഴിഞ്ഞിട്ടുള്ള CPC എക്സാമിനേഷന് ട്രെയിനിങ്സ്, സോഫ്റ്റ് സ്കിൽസ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, എത്ര ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കുട്ടികൾ എൻക്വയർ ചെയ്തതിന് ശേഷമാണ് ഒരു കോഴ്സിന് അവർ അപ്ലൈ ചെയ്യുക. നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലുള്ള ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് വളരെയധികം ഫ്യൂച്ചർ ഉള്ളതും ഇനി അങ്ങോട്ട് ഓരോ ഡോക്ടറിന് ഓരോ മെഡിക്കൽ കോഡർ എന്നുള്ള കൺസെപ്റ്റ് ഫ്യൂച്ചറിൽ വരും. നിങ്ങളൊരു ഡിഗ്രി ഹോൾഡറാണോ, നിങ്ങൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട. നിങ്ങൾക്ക് റൈറ്റ് ഓപ്ഷൻ തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നെവർ നോക്ക് ട്വൈസ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക.